നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്ത് പരിഷ്കരിച്ച രീതിയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് മെയ് 1 മുതൽ നടപ്പാക്കാൻ പോകുന്നു എന്നുള്ള കാര്യം മിക്കവരും ഇതിനോടകം തന്നെ അറിഞ്ഞു കാണും. ഇതിനോടനുബന്ധിച്ച് ഡ്രൈവിംഗ് സ്കൂളുകാർ അനുഭവിക്കാൻ പോകുന്ന ബുദ്ധിമുട്ടിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വിഷയം പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് രീതി ഒരുപക്ഷെ നേരിട്ടേക്കാവുന്ന ഒരു നിയമക്കുരുക്കിനെ കുറിച്ചാണ്. സെൻട്രൽ മോട്ടോർ വെഹിക്കിൾസ് ആക്ട് റൂൾ 15 ഡ്രൈവിംഗ് ടെസ്റ്റിനെ കുറിച്ചുള്ള കേന്ദ്ര നിയമം പ്രതിപാദിക്കുന്നത്. മോട്ടോർ വാഹന നിയമങ്ങൾ എന്നുള്ളത് കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നവയാണ്. അതായത് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും അത് സംബന്ധിച്ച് അവരവരുടേതായ നിയമങ്ങൾ ഉണ്ടാക്കാം. എന്നാൽ ഇവ തമ്മിലൊരു തർക്കം വരികയാണെങ്കിൽ കേന്ദ്ര നിയമമായിരിക്കും അവിടെ നിലനിൽക്കുന്നത്. കേന്ദ്ര നിയമത്തിൽ പറയുന്നത് ഗിയർ ഉള്ള ഒരു വാഹനത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തണമെന്ന് മാത്രമാണ്. എന്നാൽ സംസ്ഥാനത്തെ പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള ഉത്തരവിൽ പറയുന്നത് ഹാൻഡിൽ ബാറിൽ ഗിയർ ഉള്ള 2 വീലറുകൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ കഴിയില്ലെന്നാണ്. ഇതൊരുപക്ഷെ നിയമപ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. പിന്നെ മറ്റൊന്ന്, ടെസ്റ്റ് നടപടികളെല്ലാം ക്യാമറയിൽ പകർത്തണം എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യണമെന്നും കേന്ദ്ര നിയമത്തിലെങ്ങും പറയുന്നില്ല. ഏതായാലും സംസ്ഥാനം ഇറക്കിയ സർക്കുലറിൽ പല അപാകതകളും സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഇത് സംബന്ധിച്ച് ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് വരുന്ന ബുദ്ധിമുട്ട് വേറെയും. ഏതായാലും ഈ വിഷയം സംബന്ധിച്ച് കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമുക്ക് കാത്തിരിക്കാം. താങ്ക്